UDF പ്രചരണത്തിനൊപ്പം ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, അവിടുത്തെ ഒരു കാഴ്ചകൾ എങ്ങനെയാണ്? UDFന്റെ അവസാന ലാപ്പിലെ ആവേശം അതെങ്ങനെയാണ്? സംഗീത വലിയ ആവേശം തന്നെയാണ് UDF ക്യാമ്പിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ റോഡ് ഷോ കടന്നു വരികയാണ്. UDF സ്ഥാനാർത്ഥി ആര്യ ഷൗക്കത്തിന്റെ റോഡ് ഷോയാണ് ഇപ്പോൾ എടക്കരയിലാണ് എത്തിയിട്ടുള്ളത്. എടക്കരയിലൂടെ ഈ റോഡ് ഷോ അങ്ങ് വരികയാണ്, നിലമ്പൂരിലേക്ക് വരികയാണ്. നമുക്ക് കാണാം ആ വാഹനത്തിൽ ആര്യ ഷൗക്കത്തിനൊപ്പം UDFിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളൊക്കെ ആ കൂടെ തന്നെ ഉണ്ട്. അവരുടെ വലിയ ആവേശത്തിലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നിലമ്പൂരിലേക്ക്. നിലമ്പൂരിലും വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഈ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലെത്തിയ UDFന്റെ പ്രവർത്തകർ അവിടെ കാത്തിരിക്കുകയാണ്. അവിടെയാണ് ഈ സമാപനം ഉണ്ടായിരിക്കുക. നേരത്തെ കൃത്യം 1 മണിക്ക് തന്നെ വഴിക്കടവ്, അതായത് ഈ നിലമ്പൂരിന്റെ ബോർഡറാണ്. ആ ബോർഡറിൽ നിന്നും 1 മണിക്കാണ് ഈ റോഡ് ഷോ തുടങ്ങിയത്. അതിനുശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ പിന്നിട്ട് എടക്കര എന്ന പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുങ്കത്തറയുണ്ട്, അതിനപ്പുറത്തേക്ക് നിലമ്പൂർ നഗരസഭയാണ്, അവിടേക്കും ഒക്കെ എത്തും. എന്തായാലും വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവർത്തകരൊക്കെ ഉണ്ട്, വലിയ 100 കണക്കിന് പ്രവർത്തകർക്കൊപ്പമുണ്ട്. അതായത് വാഹനങ്ങളിൽ, ബൈക്കുകളിലും മറ്റ് വാഹനങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. പ്രത്യേകിച്ച് വാഹനം നമുക്ക് കാണാം. അതിൽ നേരത്തെ ഈ തുടക്കത്തിൽ PVN ഉന്നയിച്ച VS ജോയി എന്ന പേരുണ്ടായിരുന്നു. അവിടെ VS ജോയിക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു അടക്കമുള്ള ഒരു വാദങ്ങളും അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രചാരണത്തിലുടനീളം ജില്ലാ പ്രസിഡന്റ് DCC അധ്യക്ഷനായ VS ജോയിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വാഹനത്തിൽ VS ജോയി നമുക്ക് കാണാം. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ കാണാം. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ, KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഒപ്പമുണ്ട്. അങ്ങനെ സജീവമായി തന്നെയാണ് ഈ പ്രചാരണ പ്രവർത്തനം മുന്നോട്ട് പോയത്. ഇപ്പോൾ നമുക്കൊപ്പം PK ഫിറോസ് കൂടിയുണ്ട്. ഇപ്പോൾ റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. വലിയ ആവേശമുണ്ട്. എന്താ ഇപ്പോൾ തോന്നിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, പ്രചരണ രംഗത്തെല്ലാം ഞങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ടായി. കലാശക്കൊട്ടിലും ഞങ്ങൾക്കാണ് മേൽക്കൈ. ഇത് ഓർഗാനിക്കാണ്. ഞങ്ങളത് ഇതിനു വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ട് ആളുകൾ വരുന്നതല്ല. യുവാക്കളും മുതിർന്നവരും എല്ലാവരും സ്വമേധയാ അവരുടെ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ എടുത്ത് കലാശക്കൊട്ടിന് വേണ്ടി, ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി സ്വമേധയാ രംഗത്തിറങ്ങാണ്. കാരണം അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നാടിനൊരു പ്രയാസമുണ്ടായപ്പോൾ, ഇപ്പോൾ ഇവിടെ മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുന്നു, മുഖ്യമന്ത്രി 3 ദിവസം ക്യാമ്പ് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ദുരന്തമുണ്ടായപ്പോൾ, ഇവിടെ കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, ഇവിടെ വാണിയമ്പുഴയിൽ പ്രളയമുണ്ടായപ്പോൾ, അന്ന് മുഖ്യമന്ത്രി 3 ദിവസം പോയിട്ട് 3 മണിക്കൂർ പോലും ഇവിടെ ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല. മന്ത്രിമാരാരും വന്നിട്ടില്ല. ഇപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. ആ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ വോട്ടർമാർ പറയുന്നത്. വിവാദങ്ങൾക്കൊന്നും അർത്ഥമില്ല. 23 ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാകും. ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. അതിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. എന്തായാലും ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാവും തന്നെയാണ് PK ഫിറോസ് പറയുന്നത്. എന്തായാലും വലിയ ആവേശമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്തായാലും ഈ വാഹനത്തിലൂടെ ഈ സ്ഥാനാർത്ഥി വാഹനത്തിൽ ആളുകളെ കാണുകയാണ്, ആളുകളെ കൈവീശി കാണിക്കുകയാണ്. ഒപ്പം ഷാഫി പറമ്പിലുണ്ട്, അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അബിൻ വർക്കിയുണ്ട്, VS ജോയിയുണ്ട്, അതോടൊപ്പം TP അഷ്റഫലിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട UDFന്റെ യുവ നേതാക്കളെല്ലാം തന്നെ ഒപ്പമുണ്ട്. എന്തായാലും വലിയ ആവേശമാണ് UDF ക്യാമ്പിലുള്ളത്. സംഗീത. ശരി ബിനിൽ, UDF റോഡ് ഷോ അവിടെ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല LDFന്റെയും പ്രചരണ റാലി നടക്കുകയാണ്. അവിടുന്ന് ബിനിൽ ലീല സാബുവാണ് ആ കാഴ്ചകളെ പറ്റി പറഞ്ഞു തന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം കൂടി ദൂരമുണ്ട് ഇനി നിലമ്പൂരിലേക്ക്. ഈ പ്രചരണ റാലി അവസാനിക്കുന്ന ഇടത്തേക്ക്, അവിടെയാണ് കുട്ടിക്കലാശം പൊട്ടിക്കയറാൻ പോകുന്നത്. 4 മണിക്കൂറുകൾ ഇനിയില്ല. ഇനി ഏകദേശം 3.5 മണിക്കൂറുകൾ മാത്രമാണ് ഇനി കൊട്ടിക്കലാശത്തിന് വേണ്ടി ഉള്ളത്. അവിടുത്തെ വിവിധ ഇടങ്ങളിലെ ഓരോ പോയിന്റുകളിൽ നിന്നുമുള്ള ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ്. ന്യൂസ് മലയാളം ആ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്ക്രീനിൽ നമുക്ക് ഒരു സൈഡിൽ BJPയുടെ ആവേശം കാണാം, മറ്റൊരിടത്ത് LDF പ്രചരണ റാലി. മാത്രമല്ല വിവിധ കോണുകളിൽ നിന്നുള്ള കൊട്ടിക്കലാശത്തോടനുബന്ധിച്ചുള്ള ആവേശകരമായ കാഴ്ചകളാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഞങ്ങൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. വലിയ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോവുകയാണ്. വലിയ ഭൂരിപക്ഷം, പ്രവചനാതീതമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും.